പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഏറ്റവും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നത് സെന്റ് മേരീസ് കോളേജിലെ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. 6 മണിയോടുകൂടെ തന്നെ എല്ലായിടത്തും തുറക്കുമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് നമുക്ക് ആ വിവരങ്ങൾ ലഭിക്കുന്നത്. തുറന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഐറ്റം. ആദ്യ ഫല സൂചനകൾ 8:15. പക്ഷേ ഇത്തവണ 8:15 ഫലം വരില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തോണം. 8:30 കഴിയും തോന്നുന്നു. എന്നാൽ നേരത്തെ 9 മണിയോടുകൂടെ എന്ന് പറഞ്ഞപ്പോൾ സാർ എന്നെ തിരുത്തി. എനിക്ക് 8:30 തന്നെ വേണമെന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, അല്ല ഇപ്പൊ പാലക്കാട് സാജിദ് ഉണ്ട്, സാജിദ് അജ്മൽ. സാജിദ്, പാലക്കാട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. UDFന്റെ ഒരു മണ്ഡലം. UDF അവിടെ ജയിക്കും എന്ന് UDF പ്രതീക്ഷിക്കുന്നു. പൊതുവെ എല്ലാവരും അങ്ങനെ കരുതുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ ബത്തേരിയിൽ സ്ട്രോങ് റൂം തുറക്കുന്ന വിഷ്വലും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അല്ല പാലക്കാട്ട് ഒരു ഭയങ്കര എന്താണ് ആകാംക്ഷാഭരിതമായ ഉദ്വേഗജനകമായിട്ടുള്ള ഒരു നടക്കാൻ പോവുകയാണ്. അത്രയൊന്നും ഡ്രാമയുടെ ആവശ്യമില്ല. പാലക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം പിരായിരി എണ്ണുക ആവശ്യമില്ല. അവിടെ സ്ഥിരമായ ഒരു പാറ്റേൺ ഉണ്ട്. അവിടെ പിരായിരി എണ്ണുമ്പോൾ പാലക്കാട് നിന്ന് കിടക്കും. അതാണ് പ്രധാനം. അല്ല സാജിദ് ചോദിക്കുന്നതേ, കഴിഞ്ഞ തവണ നമ്മള് കൗണ്ടിങ്ങിൽ ഇരിക്കുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഉദ്വേഗം ഞങ്ങൾ നേരത്തെ പറഞ്ഞു. അത് ഇത്തവണ അതുണ്ടാവോ സാജിദ്? അതോ വളരെ കൂളായിരിക്കോ? രാഷ്ട്രീയ കാലാവസ്ഥ നോക്കുമ്പോൾ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 2021 പോലെ ആയിരുന്നില്ല 2024 നടന്ന ബൈ ഇലക്ഷൻ. അവിടെ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ തന്നെ, രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ തന്നെ UDF ലീഡിലേക്ക് വരികയും പിന്നീട് നഗരസഭയിൽ തന്നെ 4388 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ 2021 അത്ര വോട്ട് വരികയുമില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച സമയം പോലെ ആയിരിക്കില്ല. എന്തായാലും ആദ്യ 6 റൗണ്ടുകളാണ് ഈ പാലക്കാട് നഗരസഭ വരുന്നത്. ആദ്യ 6 റൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ 6328 വോട്ടിന്റെ ലീഡ് ആ സമയത്ത് കഴിഞ്ഞ തവണ ശ്രീധരന് ഉണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീടാണ് പിരായിരിയിലേക്ക് പോകുന്നത്. 7ാമത്തെ റൗണ്ട് 8ാമത്തെ റൗണ്ട് സമ്പൂർണ്ണമായി പിരായിരിയാണ്. ഈ പിരായിരി എന്ന് പറയുന്നത് അവിടെ ആകെ ഉള്ള വോട്ടിന്റെ പകുതിയും UDFനാണ് ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ 6200-ലധികം വോട്ടുകൾ ലഭിച്ചു. അതായത് നഗരസഭയിൽ നിന്ന് ഈ BJP പിടിച്ച ലീഡ് സമ്പൂർണ്ണമായി മറികടക്കുന്നത് പിരായിരി എന്ന ഒറ്റ പഞ്ചായത്ത് കൊണ്ടാണ്. പിന്നീട് മാത്തൂരും കണ്ണാടിയും എത്തുമ്പോൾ അത് ലീഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പാലക്കാടിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. അത് റൗണ്ട് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഈ 4ാമത്തെ റൗണ്ട് എത്തുമ്പോൾ ശ്രീധരന്റെ ലീഡ് എന്ന് പറയുന്നത് 8409 ആണ്. അത് ഈ 4ാമത്തെ റൗണ്ടിൽ കഴിഞ്ഞ ബൈ ഇലക്ഷൻ 1704 മാത്രമാണ് BJPക്ക് ഉള്ളത്. അത് ഈ ഒരു 6ാമത്തെ റൗണ്ട് എത്തുമ്പോഴും ഒരു 6000 വോട്ടിന്റെ ലീഡുമായി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാം രമേശ് പിഷാരടി MLA ആകും എന്നുള്ളത്. എന്നാൽ നേരെ മറിച്ച് ഒരു 8800-ലധികം വോട്ടാണ് ശോഭാ സുരേന്ദ്രന് 6ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഉള്ളതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യതയാണ്. എന്തായാലും ആദ്യം ഒരു 3 റൗണ്ട് എണ്ണുമ്പോൾ തന്നെ, ഒരു 4ാമത്തെ റൗണ്ട് എത്തുമ്പോൾ തന്നെ അതിന്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പാലക്കാട് എണ്ണി തുടങ്ങി 4ാം റൗണ്ട് എത്തുമ്പോൾ സൂചന എന്താണെന്ന് അറിയാൻ പറ്റും. 6ാം റൗണ്ടിൽ പാലക്കാട് അസംബ്ലി മാത്രമല്ല നിഷാദ് പ്രശ്നം. മറ്റ് മണ്ഡലങ്ങളിൽ ജയപരാജയ സാധ്യതകൾ വളരെ പ്രധാനമാണ്. സാധ്യത ഒരു കാര്യം കൂടി, ഈ UDF കുറി പിടിച്ചടക്കും എന്ന് പറയുന്ന ചില സീറ്റുകളുണ്ടല്ലോ, ഇത്തവണ അവർക്ക് കിട്ടുമെന്ന് പറയാം. അതിൽ ചിറ്റൂരുണ്ടോ? വലിയ പ്രതീക്ഷയാണ് UDF വെച്ച് പുലർത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മന്ത്രി K കൃഷ്ണൻകുട്ടിയല്ല ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ചിഹ്നമാണ്. അത് തമിഴ് മേഖലയാണ്. അവർക്ക് കറ്റയേന്തിയ ഈ കർഷക സ്ത്രീയുടെ ചിഹ്നമാണ് എത്രയോ വർഷങ്ങളായിട്ട് അവർക്ക് അറിയാവുന്നത്. ഇത്തവണ എന്നാൽ മുരുകദാസിനുള്ളത് മോതിരം ചിഹ്നമാണ്. ഈ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷം ചിറ്റൂരിൽ സജീവമായി തന്നെ സുമേഷ് അച്യുതൻ UDF സ്ഥാനാർത്ഥി ഉണ്ട്. ആ രീതിയിൽ ഈ മുരുകദാസിനെ മണ്ഡലത്തിൽ മുഴുവൻ അറിയില്ല. ഇതെല്ലാമാണ് അവർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം. അതോടൊപ്പം തന്നെ കോങ്ങാട് വലിയ അട്ടിമറിക്ക് സാധ്യത ഉണ്ട്. നെന്മാറയിൽ വലിയ ഓളം വന്നാൽ നെന്മാറയും മാറാൻ സാധ്യതയുണ്ട്. പട്ടാമ്പിയിൽ നമ്മൾ അധികം ചർച്ച ചെയ്യാത്തതാണ്. പക്ഷേ പട്ടാമ്പി UDFന് അനുകൂലമായ കാലാവസ്ഥയാണ് ഉള്ളത്. മുഹസിൻ എന്ന വ്യക്തിപ്രഭാവം മാത്രമാണ് LDFന് ഉള്ളത്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ LDFന് ലീഡ് വരിക.
ഓങ്ങല്ലൂർ എത്തുമ്പോൾ ഒരു 5000-ന്റെ ലീഡ് TP ഷാജി എന്ന UDF സ്ഥാനാർത്ഥിക്കുണ്ടെങ്കിൽ TP ഷാജി MLA ആകുമെന്നതിൽ സംശയമില്ല. മറ്റ് ഈ മണ്ഡലങ്ങൾ ഒറ്റപ്പാലത്ത് വലിയ അട്ടിമറി ഉണ്ടാകുമെന്നാണ് PK ശശി അവകാശപ്പെടുന്നത്. അത് നമുക്ക് ഒരു അവസാന ഘട്ടത്തിലാണ് മനസ്സിലാവുകയുള്ളൂ.